ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു ആസനത്തെക്കുറിച്ചുള്ളതാണ്, മലാസനം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതുമായ ഈ ഒരു ആസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെയാണ് ചെയ്യരുതാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ഈ ഒരു മലാസന എന്ന് പറയുന്നത് നമുക്ക് സ്ക്വാട്ട് പൊസിഷനിലൊക്കെ ഇരുന്ന് ശീലമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ചിലവർ നമ്മളങ്ങനെ കുനിഞ്ഞിരിക്കാത്തവർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അവർക്ക് നമുക്ക് മറ്റ് പില്ലോസിൻ്റെ ഒക്കെ സപ്പോർട്ട് കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റും അതുപോലെ തന്നെ പെൽവിക്ക് അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ഏരിയ, ഹിപ്പിൻ്റെ ഏരിയയിലുള്ള മസിൽസ് ഒക്കെ നല്ല ഫ്ലെക്സിബിൾ ആവാൻ സഹായിക്കും. ആ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻ്റ് ഒക്കെ ഫ്ലെക്സിബിൾ ആവാനും അവിടെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ലോവർ ബാക്ക്, നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ലോവർ ബോഡിക്ക് അധികം മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ലോവർ ബാക്ക് ഏരിയക്കും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിനും അതുപോലെ പെൽവിക് ഏരിയക്കും ഒക്കെ നല്ല രീതിയിലുള്ള സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഒരു യോഗാസനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബോഡിക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാലുകൾക്ക് നല്ല ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഇത്. നമ്മുടെ കാലിലുള്ള തൊടയിലുള്ള മസിൽസ്, അതുപോലെ നമ്മുടെ കാഫ് മസിൽസ്, അതുപോലെ നമ്മുടെ ബഡ്സിൽ വരുന്ന ഗ്ലൂട്ടിയൽ റീജിയനിൽ വരുന്ന മസിൽസ്, ഇതിനെയൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പ്രായമാകുമ്പം കാലുകൾക്ക് ബലക്കുറവൊക്കെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ബലക്കുറവൊക്കെ മാറ്റി കാലുകൾ നല്ല സ്ട്രെങ്ത് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ വയറ്. എപ്പോഴും പലർക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്, തടിയൊന്നുമില്ല പക്ഷെ വയർ എപ്പോഴും ചാടിയിരിക്കുന്നുള്ളത്. അപ്പോൾ ആ വയറ് ഒന്ന് ടോൺ ചെയ്യാൻ, വയറിലെ മസിൽസുകളെ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡൈജഷൻ വളരെ പ്രോപ്പറാക്കാനും, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കുറച്ച് നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറക്കുന്നതുമായിട്ടുള്ള ഒരു ആസനം കൂടിയാണ് മലാസനം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ പീരീഡ്സ് ഒക്കെ ആവുമ്പോൾ വളരെ ക്രാംസ് ഒക്കെ വളരെ കൂടുതലുള്ളവരാണ്, വേദന നല്ല രീതിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം അവരുടെ വേദന കുറയാൻ സഹായിക്കും. അതുപോലെ പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മുടെ പെൽവിക് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസാണ്, ഒരു ആസനമാണ് ഈ ഒരു മലാസനം. അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജോയിൻസ്, അതായത് നമ്മുടെ കാൽമുട്ടുകൾക്കും അതുപോലെ ആംഗിൾ ജോയിൻസിനും ഒക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനും, അതിന് വളരെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റിഫ്നെസ് ഒക്കെ മാറ്റാനും നല്ല രീതിയിലുള്ള മൊബിലിറ്റിക്കൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മുടെ ജോയിൻസിനെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു എക്സസൈസ് നമ്മുടെ ലോവർ ബോഡീനെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാലുകൾക്ക്, അരക്ക് കീഴോട്ടുള്ള ഭാഗങ്ങളെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആസനമാണ് മലാസനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഹോർമോൺ നോർമലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന് നല്ലൊരു കാംനെസ്, നമ്മുടെ ബോഡിക്ക് മാത്രമല്ല മനസ്സിന്, നമ്മൾ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ആസനം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഏറ്റവും ബെറ്റർ, പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഏറ്റവും നല്ലത് രാവിലെ ചെയ്യുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ സമയമില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് എടുത്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്. അതായത് ഒന്ന് ലോവർ ബാക്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നീ ജോയിൻറ്റിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അത് ഒരു ഡോക്ടറെ അണ്ടറിൽ മാത്രം ചെയ്യുക. പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തേണ്ടതാണ്. അതുപോലെ സയാറ്റിക്ക ഉള്ളവർക്കും പെയിൻ വരുമ്പോൾ നിങ്ങൾ നിർത്തേണ്ടതാണ്. പെയിൻ വരുമ്പോൾ നമ്മളത് കുഴപ്പമില്ലാന്ന് വിചാരിച്ച് മുമ്പോട്ട് ചെയ്യരുത്. പെയിൻ എപ്പോഴാണോ വരുന്നത് അവിടെ എക്സസൈസ് നിർത്തുക
എന്നുള്ളതാണ്. അത് ഏത് ആസനം ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര മാത്രം ചെയ്യുക. അത് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കരുത്. നമുക്ക് പറ്റുന്ന പോലെ ആദ്യം ചെയ്യുക, പിന്നെ പിന്നെ അത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എപ്പോഴാണോ വേദന വരുന്നത് അവിടെ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ആസനം എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ആയി നിന്നതിന് ശേഷം കാലുകൾ ഷോൾഡർ ലെവലിൽ അകത്തി വെക്കുക. അതിനുശേഷം ഒരു 45 ഡിഗ്രി ആംഗിളിൽ കാലുകളൊന്ന് ചെരിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് താഴ്ന്നിരിക്കാവുന്നതാണ്. പറ്റുന്നത്ര താഴ്ന്നിരുന്നാൽ മതി. ഇനി നിങ്ങൾക്ക് അത്രയും താഴാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പലകയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബട്ടക്സിന്. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ കൂപ്പുകൈ ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈമുട്ടുകൾ ഉപയോഗിച്ചിട്ട് കാല് ഒന്ന് വൈഡായി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. 2 കൈയും തൊഴുതതിന് ശേഷം നെഞ്ചോട് ചേർത്ത് വെക്കുക. ഈ ഒരു പൊസിഷനിൽ നമുക്ക് 30 മുതൽ 60 സെക്കൻഡ് വരെ ഇരിക്കാവുന്നതാണ്. ഇനി ഹീൽസ് നിങ്ങൾക്ക് താഴെ മുട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ടവൽസൊക്കെ വെച്ച് ഒരു സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് ചെസ്റ്റ് വൈഡ് ഓപ്പൺ ആയിരിക്കാം, ഷോൾഡർ റിലാക്സ് ആയിരിക്കുക, അതുപോലെ തന്നെ സ്പൈൻ വളരെ സ്ട്രെയിറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.